കാലഘട്ടം മാറിയപ്പോ അതിന്റെ അർത്ഥവും മാറിയെന്നുള്ളതാ. അർത്ഥം മാറിയെന്നല്ല, ഇത് മനസ്സിലാക്കാനുള്ള കഴിവ്, മനസ്സിലാക്കാനുള്ള കഴിവും ആളുകൾ ഉൾക്കൊള്ളാനായിട്ടുള്ള അല്ല. ഇതിൽ വേറെ സംഭവമുണ്ട്, ഇത് മനസ്സിലാകാത്തൊന്നും അല്ല. ഒരു സാഹചര്യം വരുമ്പോഴത്തേക്കിന് ഇവനെ രണ്ടെണ്ണം പറഞ്ഞേക്കാം, അതാണ് ഇപ്പോഴത്തെ കാര്യം. ഒരു മീഡിയ ഉണ്ട് കമന്റ് ഇടാനും അഭിപ്രായം പറയാനും. അപ്പൊ അതിൽ അവിടെ വന്നേച്ച് തെറി പറയാം. എനിക്ക് തെറിയൊന്നും അറിയാത്ത ആളല്ലേ, ഇവക്കും അറിയാൻ തെറി. എന്റെ കോട്ടയത്തെ തെറിയൊക്കെ ചെവിയല്ലേ, കണ്ണു പൊട്ടിപ്പോ. പക്ഷെ നമ്മളത് പറയേണ്ടടുത്ത് പറയാവൂ, ഇല്ലേ? അപ്പൊ ഒരു കമന്റ് ഇടുമ്പോഴത്തേക്കിന് ഇപ്പൊ എന്റെ ഇത് വായിച്ചിട്ട് നിങ്ങൾ എന്താണ് എഴുതിയിരിക്കുന്നത്? മഞ്ജു വാര്യർ നല്ലതാണെന്നാണോ, അല്ലെങ്കിൽ മഞ്ജു വാര്യർ മോശമാണ്, മറ്റ് സ്ത്രീകൾ മോശമാണ്, ഇങ്ങനെയൊക്കെ ചോദിക്കണം. അപ്പൊ നമ്മൾ അത് ക്ലാരിറ്റിയിൽ പറഞ്ഞു കൊടുക്കും, സുഹൃത്തെ അത് ഇന്നതാണ്, മറ്റേ അത്രേ ഉള്ളൂ. അതിന് ശേഷം ചേച്ചി പറഞ്ഞിട്ടുള്ള ഒരു വോയിസ് റെക്കോർഡും ഇപ്പം എയറിലാണെന്ന് തന്നെ പറയാം. ഞങ്ങളുടെ ഭാഷയിൽ പറയുമ്പോൾ എയറിലാണ് എന്ന് പറയാം. ഒരു ആൾക്ക് കൊടുത്ത മറുപടിയാണ് ഇപ്പം വോയിസ് റെക്കോർഡായിട്ട് സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത്. അതെന്തായിരുന്നു ചേച്ചിക്ക് കിട്ടിയ ഒരു മറുപടി? എന്തായിരുന്നു മറുപടി? എനിക്ക് ഫേസ്ബുക്കില്ല, അപ്പം ഞാൻ ചേട്ടൻ പോസ്റ്റ് ഇട്ടത് പറഞ്ഞിട്ടില്ല. എൻ്റെ ഫ്രണ്ട്സ് വിളിച്ച് പറയുമ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ചേട്ടന് തെറി പറയുന്നുണ്ട് കുറച്ച് സ്ത്രീകൾ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞാൻ ചേട്ടൻ്റെ അടുത്ത് നിന്ന് ഫോൺ വാങ്ങി. അപ്പോൾ ചേട്ടൻ പറഞ്ഞു എന്തിനാ ഇവർക്കൊക്കെ മറുപടി കൊടുക്കാൻ പോകുന്നതെന്ന് ചോദിച്ചു. പക്ഷേ എൻ്റെ കൂടെ ഉള്ള ഒരാളെ തെറി വിളിക്കുന്നത് ഞാൻ സഹിക്കില്ല, അച്ഛനെ ആയാലും ബ്രദറിനെ ആയാലും. അപ്പം ഞാൻ അവരുടെ പറഞ്ഞു, നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടില്ലെങ്കിൽ 10 പ്രാവശ്യം വായിച്ചു നോക്കുക, അതായിരിക്കും ചിലപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടാവുക. അതല്ലെങ്കിൽ വെറുതെ ഒരാൾ ഏത് സിറ്റുവേഷനിൽ ഇരിക്കുന്നു എന്ന് മനസ്സിലാക്കാതെ എന്തിനാ അനാവശ്യമായിട്ട് തെറി പറയാൻ നിൽക്കുന്നതെന്ന് ചോദിച്ചിട്ട് ഞാൻ അയച്ചു. അതിന് അവർ തെറി പറഞ്ഞിട്ട് വോയിസ് അയച്ചത്. ഞാൻ ആരാണ് നിങ്ങളുടെ അടി നീയൊക്കെ വന്ന് ഇതിനകത്ത് ഇത് ചെയ്യുന്നേ? ഞാൻ ആരാണെന്ന് നിനക്ക് അറിയുമോ? അത് വായിച്ചാൽ മനസ്സിലാക്കാനുള്ള ബോധമൊക്കെ എനിക്കുണ്ട്, മനസ്സിലായോ? അവന്റെ കോണത്തിലെ മറ്റേ ഇത് പറഞ്ഞിട്ട് ഭാര്യനെ പറഞ്ഞു വിട്ടിരിക്കുന്നു. നീ ആരാ? ഞാൻ നിന്റെ പോസ്റ്റ് കമന്റ് ഇട്ടോ? നിന്റെ ഭർത്താവിന്റെ അഡ്വക്കേറ്റ് ആണോ നീ? ആദ്യം സ്വന്തമായിട്ട് ഒരു വ്യക്തിത്വം ഉണ്ടാക്ക്. പറയാനുള്ളത് സ്വന്തമായിട്ട് അയാൾ പറയട്ടെ, കേട്ടോ? ആ ലെവലാദികള് കെട്ടിയവനും കൊള്ളാം, ഭാര്യയും കൊള്ളാം. അപ്പം ഞാൻ ഒറ്റൊരു വ്യക്തിക്ക് മാത്രം, അതായത് നമ്മളൊരാളെ മനസ്സ് വേദനിപ്പിച്ചിട്ട് ഒരു പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിൽ തെറി പറയണ്ട. കാരണം ഓൾറെഡി നമ്മൾ വേറെ ടെൻഷനിലായിരിക്കും. അപ്പം അങ്ങനെ എന്തിനാ പ്രാക്ക് വാങ്ങിയിട്ട് ക്യാൻസർ വന്ന് ചാവാൻ നിൽക്കുന്നത്? അപ്പം സാധാരണ ഞങ്ങളുടെ നാട്ടിൽ പറയും പാണ്ടിലോറി കയറി ചാവും, വെറുതെ ഇങ്ങനെ ഒരാളെ വേദനിപ്പിച്ചാലും ഞങ്ങൾ പറയും. അതുപോലെ അത് വരാൻ വേണ്ടിയിട്ടും അല്ല പറഞ്ഞത്. അപ്പം എനിക്ക് ദേഷ്യം വന്നപ്പോൾ ഞാൻ പറഞ്ഞതാ. അവരത് എടുത്തിട്ട് നിങ്ങളൊന്നും ആലോചിക്കണം, കേരളം മൊത്തം എൻ്റെ ആ ഒരു വോയിസ് എടുത്തിട്ട്, അപ്പം ഞാൻ എന്താ പെണ്ണല്ലേ, ഞാൻ സ്ത്രീയല്ലേ, അപ്പം എനിക്ക് ഫീലിങ്സ് ഒന്നുമില്ലേ? അത് അവരെടുത്തിട്ട് ഞാൻ പേഴ്സണൽ അയച്ചു. അവർ പബ്ലിക്കിൽ തെറിയിട്ടപ്പോൾ ഞാൻ പേഴ്സണൽ അയച്ചു. അവരത് മൊത്തം എടുത്ത് നാട്ടുകാർ മുഴുവൻ കേട്ട്. ഞങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങൾ ഞങ്ങൾ തീർത്തോളാം മോളെ, ഞാൻ കൂട്ടിക്കൽ ജയചന്ദ്രൻ്റെ വൈഫാണ്. നീയൊക്കെ ഇപ്പോൾ പൊക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടല്ലോ, നീ നിൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്ക്. ഒരാളൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുക. അത് മനസ്സിലായിട്ടില്ലെങ്കിൽ മിണ്ടാതിരിക്കുക. എന്തിനാ വെറുതെ ഓരോന്ന് പറഞ്ഞ് പ്രാക്ക് വാങ്ങി ക്യാൻസർ വന്ന് ചാവാൻ നിൽക്കണ്ടത്? അപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, നീ നിൻ്റെ വീട്ടിലെ കാര്യം നോക്ക്, ഓക്കെ? പക്ഷെ അതുകൊണ്ട് നന്നായി, ഞാൻ ഫേമസ് ആയി. കാരണം വെച്ചാൽ ഞാൻ വിചാരിച്ചിട്ടില്ല മാതൃഭൂമി ചർമ്മകോളത്തിലൊക്കെ പേര് വരുന്ന ഞാൻ ഓർത്തെ. അപ്പൊ ഇത് നല്ല ഫോട്ടോ ഒക്കെ ഇട്ടിരിക്കുന്നത് എനിക്ക് സന്തോഷമായി. അതിന് അവരോട് നന്ദി പറയാതിരിക്കാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ചേച്ചി ഇത്രയും പബ്ലിക്കിലേക്ക് വരുന്നത്, ഇത്രയും വർഷത്തിനോടിടയ്ക്ക്. ഇതിനു മുമ്പ് അധികം കണ്ടിട്ടേ ഇല്ല ആളെ. അല്ല, അവര് സാധാരണയായിട്ട് നമ്മുടെ കൂടെ എന്നെ സഹിച്ച് ഇങ്ങനെ ജീവിക്കാൻ പോവാന്ന് പറഞ്ഞ അങ്ങനെ നടന്ന് ഒരുത്തിയെ വരെ പുറത്തിറക്കി. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം, ഈ വ്യക്തിയായിട്ട് നേരത്തെ മുൻപരിചയമോ എന്തെങ്കിലും? അതാ ഞാൻ ചോദിച്ചു അവരടുത്ത്. നമുക്ക് കണ്ടിട്ട് പോലും ഇല്ലാത്തൊരാൾ. കാരണം ഒന്നാമത് എനിക്കിങ്ങനെ വൈറലാവാനും അല്ലെങ്കിൽ ഫേമസ് ആവാൻ, അല്ലെങ്കിൽ ഇപ്പൊ ചേട്ടൻ്റെ കൂടെ നടന്നാൽ മതി, അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിലാണ് സിനിമ എന്ന് പറയുന്നത്, അതുമായിട്ട് അത്രയും ബന്ധമുള്ള ആളായിരുന്നു അച്ഛനൊക്കെ. അപ്പൊ എനിക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇതിൽ എല്ലാത്തതും മാറി നിൽക്കുന്ന ഒരാളായിരുന്നു. അപ്പം ഇങ്ങനെ പറഞ്ഞ സമയത്ത് ഞാൻ അവരുടെ അടുത്ത് മാന്യമായിട്ടാണ് ഞാൻ സംസാരിച്ചത്. എനിക്കത് ഫീൽ ചെയ്തു. ഞാൻ ആരും ഉപദ്രവിക്കാൻ പോകുന്ന ആളല്ല, ഒരാളെ കമന്റ് ഇടാനോ നെഗറ്റീവ് പറയാനോ ഒന്നും ഞങ്ങൾ പോകുന്നില്ല. പക്ഷെ നമ്മൾ അത്രയും സഹിച്ചു നിൽക്കുമ്പോൾ വീണ്ടും ഈ മനുഷ്യനെ ഇങ്ങനെ പറഞ്ഞപ്പം ഞാൻ അതിനെ ആരായാലും ഞാൻ പ്രതികരിക്കും. അതിനകത്ത് ചേട്ടാ ഞാൻ കണ്ട ഒരെണ്ണം, പണ്ട് ദിലീപിനെ സപ്പോർട്ട് ചെയ്തു, ഇപ്പം വീണ്ടും മഞ്ജു വാര്യറിനെ സപ്പോർട്ട് ചെയ്യുന്നു, എവിടെയെങ്കിലും ഉറച്ചു നിൽക്ക് എന്നുള്ളൊരു കമന്റ് കണ്ടിരുന്നു. അതെന്താ സംഭവം? ശരിക്കും ദിലീപിനെ സപ്പോർട്ട് ചെയ്ത സാഹചര്യം ചേട്ടനുണ്ടോ എന്നുള്ളത് ഞാൻ റിസർച്ച് ചെയ്ത സമയത്താണ് കണ്ടിട്ടുണ്ടായിരുന്നത്. ദിലീപിന് അങ്ങനത്തെ ഒരു സാഹചര്യം വന്നപ്പോൾ ഞാൻ എടുത്തപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ വേറൊന്നുമല്ല. ഞാൻ സാധാരണ പിന്നെ എൻ്റെ കൂട്ടുകാർ പണ്ട് തൊട്ടേ പഠിക്കുന്ന കാലം തൊട്ടേ അങ്ങനെ അവനൊരു സംഭവം ഉണ്ടായാൽ, ഒരു കൂട്ടുകാരനൊരു സംഭവം ഉണ്ടായാൽ അയാളെ ഏത് വിധത്തിലും സപ്പോർട്ട് ചെയ്യുക. കാര്യം നാളെ എനിക്കും അതുപോലെ സംഭവിക്കുമ്പോൾ എനിക്കൊരാളുണ്ടാവണം.
എവിടുന്നെങ്കിലും ഒരാൾ വരും എനിക്ക്. അല്ല അതിന് വേണ്ടിയിട്ടല്ല, കാര്യം എന്നതാന്ന് ഇവിടെ ആരാ എത്ര വലിയ നല്ലവന്മാരല്ല, ചിന്തയെ പോലും റോങ് ചിന്തിക്കാത്തവൻ ഒരുത്തിനും ഇല്ല. അത് തന്നെയും തെറ്റാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്നെങ്കിൽ മനസ്സിൽ തന്നെ ഒരു ക്രൈം ആലോചിച്ചാൽ തെറ്റ് ചെയ്തു, അങ്ങനെ അല്ലാത്ത ആരാ ഉള്ളത്. അപ്പൊ ഇതൊന്നും വന്ന് അതുവരെ കൂടെ നിന്നവനും ഒന്നുമില്ല. അപ്പൊ എനിക്കും തോന്നിയത് ഞാൻ പറഞ്ഞു, അയാൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ അത് തെളിയിക്കപ്പെടട്ടെ, അതിനു മുമ്പ് എന്തിനാ പറയുന്നത്. അപ്പൊ എന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള നടനാ വ്യക്തിപരമായിട്ട്. അയാൾ ജയിലിൽ പോയി അവിടെ കിടക്കുമ്പോൾ അയാൾ തറയിൽ കിടക്കുമ്പോൾ ഞാനും തറയിൽ കിടക്കും എന്ന് ഞാൻ പറഞ്ഞു. തറയിൽ തന്നെയാ കിടന്നു ചോദിച്ചു തോന്നി. അതേ ഉള്ളൂ. അത് പിന്നെ ഓരോരുത്തർ ഓരോ അഭിപ്രായം പറയുന്നു എന്നുള്ളതല്ല. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വാരി മഞ്ജുവാരുടെ പക്ഷത്തിലേക്ക് അതൊന്നും അല്ല ഇത്. ഇതൊക്കെ ചുമ്മാ ഓരോരുത്തർക്ക് ഓരോന്ന് തോന്നുമ്പോൾ ഇവരൊക്കെ എല്ലാവരെയും ഞാൻ കാണുന്നത് ആരാധനയോടെ കാണുന്ന ആളാണ്. പിന്നെ അത് കഴിഞ്ഞ് അവരുടെയൊക്കെ ഒരു ഫ്രണ്ട്ഷിപ്പും ഉണ്ട് ഈ രണ്ട് കൂട്ടരുടെ. അത് അവരുടെ കാര്യമാണ്. അല്ല, എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ദിലീപേട്ടനാണെങ്കിലും മഞ്ജുചേച്ചിയാണെങ്കിലും അവർ തമ്മിൽ വൈരാഗ്യത്തിലാണ്. അവർ രണ്ടുപേരുടെ ലൈഫായിട്ട് പോയിക്കൊണ്ടിരിക്കുക. എവിടെയും അവർ തമ്മിൽ ഒന്നും പറയുന്നത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല കേട്ടോ. മഞ്ജുചേച്ചിയാണെങ്കിൽ അവർക്ക് വേണ്ട അവർ വേറെ പോയി. ഈ നാട്ടുകാർക്ക് ഇപ്പോൾ ഞാൻ പറയട്ടെ, ദിലീപേട്ടൻ്റെ ഫ്രണ്ടാണെന്ന് വിചാരിച്ചിട്ട് അതിന് മഞ്ജുചേച്ചിക്ക് എന്തിനാ ഇയാളോട് വൈരാഗ്യം? അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് അതിൻ്റെ ആവശ്യമില്ല. അവർക്കെല്ലാം അറിയാം ഈ ഫീൽഡ് അങ്ങനെയാണ്. എല്ലാ കാലവും എല്ലാവരും ഇങ്ങനെ പിണങ്ങി നിൽക്കും. ചിലപ്പോൾ കുറേ കഴിയുമ്പോൾ ഇവരെ ഒന്നിച്ച് അഭിനയിക്കുകയായിരിക്കും. അതിനൊക്കെ ഇതിപ്പോൾ അതൊന്നുമല്ല. കിട്ടിയൊരു ചാൻസിൽ ചില ആൾക്കാരുണ്ടല്ലോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് ചീത്ത പറയാൻ തെറി പറയാൻ നോക്കി നിൽക്കുന്ന ആൾക്കാർ. ഞാനതാ മനസ്സിലാക്കിയല്ല. അത് ഈ പോസ്റ്റ് മനസ്സിലാവാഞ്ഞിട്ടും അല്ല. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ എന്താ, എത്രയോ പേര് നമുക്കിപ്പം പേരൊന്നും പറയേണ്ട സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാ പറയാതെ, ആവശ്യമില്ലാതെ എത്രയോ നടിമാര് വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഇവിടെ അസോസിയേഷനും ഒക്കെ ഇല്ലേ, അതിലുള്ളവർ എന്നെ വിളിച്ചു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി, വിവരമുള്ളവർക്ക് മനസ്സിലായി കേട്ടോ. ഞാൻ ഓർത്ത് ഇനിയിപ്പോൾ എൻ്റെ ദൈവമേ അകത്ത് പോവുമോ എന്നൊക്കെ ഞാൻ ഓർത്തു. ഒന്ന് ഒരു നല്ല കാര്യം ഒന്ന് എഴുതിപ്പോയതാ. അപ്പൊ ഇവരെല്ലാം വിളിച്ച് അവർക്ക് കാര്യം പിടിയിട്ട് അവർ പറഞ്ഞ് മഞ്ജുവിനെ പറ്റി അങ്ങനെ ഒന്നും എഴുതാൻ തോന്നിയില്ല കേട്ടോ, വളരെ സന്തോഷം, ഒരാൾക്കും അങ്ങനെ എഴുതാൻ ഇതുവരെ തോന്നിയില്ല എന്നൊക്കെ. അപ്പോഴാണ് അപ്പൊ എനിക്ക് മനസ്സിലായി മറ്റേതൊക്കെ രോഗമാണ്, ഇതാണ് സത്യം എന്നുള്ളത്. ഈ വിവാദമൊക്കെ മാറ്റി വെച്ചാൽ ഒരു കാലത്ത് ഞങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആരാധിക്കുന്ന ഒരു അവതാരകനായിരുന്നു. സിനിമ അഭിനയങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാത്തിനും ഒരു ബ്രേക്ക് എടുത്ത പോലെയാണ്, അതോ അവസരങ്ങൾ കുറഞ്ഞോ? എന്താണ് അവസ്ഥ? അങ്ങനെയല്ല, കുറച്ചുകൂടി സെലക്റ്റീവായോ? അതാണ് ഏറ്റവും രസം. കമലഹാസൻ കുറെ നാൾ അഭിനയിക്കാതിരുന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം പുള്ളി സെലക്റ്റീവ് ആയെന്ന. എന്നെപ്പോലെ ഒരുത്തൻ ഇല്ലായിരുന്നു എന്നെ പറയുന്നത്. ഇപ്പൊ അവന് പടമൊന്നും ഇല്ല കേട്ടോ, പിന്നെ എന്താ രോഗവും കൂടാൻ പോകുന്നു. ഇതായിരിക്കും നമ്മുടെ എന്തോ ഇതൊക്കെ നമ്മളീ മലയാളി തന്നെയല്ലേ നമ്മളിവിടെ പറയുന്നതാ. കമലഹാസന് പടം ഇല്ലെങ്കിൽ പുള്ളി സെലക്റ്റീവാ. അത് വെച്ച് നോക്കുമ്പോ ഞാനും സെലക്റ്റീവാ. ഇതൊക്കെ തമ്പുരാനാ തീരുമാനിക്കുന്നത്. അത് വരും, സിനിമകൾ വരും, പോകും. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനെങ്ങനെ പലയിടത്ത് ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്, ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജിയാണ് ഫ്യൂച്ചർ.